ഇന്ന് ഞാൻ 24 മണിക്കൂറും എന്തൊക്കെ ഭക്ഷണങ്ങൾ എവിടെയൊക്കെ പോയി കഴിക്കുന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റതും അമ്മ രാവിലെ കുടിക്കാനുള്ള ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ രാവിലെ ഞാൻ അമ്മ ഉണ്ടാക്കിയ ചായ കുടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കൂട്ടുകാരനെ വിളിച്ച് നേരെ ഈ ഒരു ചെറിയ ചായക്കടയ്ക്ക് വന്നതിന് ശേഷം ഒരു ചായയും കൂടെ വാങ്ങി കുടിച്ചു. അതുപോലെ എനിക്ക് പൊതുവേ ഇതുപോലുള്ള ചെറിയ ചായക്കടകളിലൊക്കെ വന്നിരുന്ന് ചായ കുടിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഇപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞതും വയറ് വിശത്തിട്ട് വയറ്റിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വരാൻ തുടങ്ങി. അതുകൊണ്ട് വീട്ടിൽ പോണ വഴി രാവിലത്തെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ കയറി 3 ഇഡ്ഡലി വാങ്ങി കഴിച്ച് വയറ് ഫുള്ളാക്കിയതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ പോയി. പിന്നെ വീടെത്തിയതും പുതിയ വീടിന്റെ മേലെ കുറച്ച് വെള്ളം കെട്ടി നിർത്താനുള്ള പണി ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ആ ഒരു പണിയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി കുളിമുറി കയറി. അങ്ങനെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കുമ്പോഴേക്കും സമയം ഉച്ചയായി. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പുറത്ത് പോയി കഴിക്കാന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷെ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അമ്മ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി നല്ല മീൻകറി വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ എവിടേക്കും പോകാതെ നല്ല മീൻകറിയും കൂട്ടി വീട്ടിൽ തന്നെ ചോറുണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം വന്നതുകൊണ്ട് മിണ്ടാതെ കുറച്ചേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എന്റെ വേറെ കൂട്ടുകാരൻ എന്നെയും വിളിച്ചിട്ട് ഇപ്പൊ ചായ കുടിക്കാൻ പോവാണ്. പക്ഷെ വൈകുന്നേരം ഒന്ന് ഉറക്കം എണീറ്റപ്പോ തൊണ്ട ചെറുതായിട്ട് ഒരു വേദന പോലെ. അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ചായക്ക് പകരം ചുക്ക് കാപ്പിയാണ് കുടിച്ചത്. അതിനുശേഷം എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് കഴിക്കാന്ന് വിചാരിച്ച് നേരെ വേറൊരു ഹോട്ടലിൽ കയറി ഒരു പ്ലേറ്റ് കൂന്തൽ ഫ്രൈയും വാങ്ങി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയത്. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം രാത്രിയായി. പക്ഷെ രാത്രി ഇന്ന് എനിക്ക് അധികം വിശക്കാത്തോണ്ട് രാത്രി അരക്കുറ്റി പുട്ടും 2 പീസ് പുഴുങ്ങിയ പഴവും കഴിച്ച് എന്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.